എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കൊഴുക്കട്ടയാണ്. അതും നല്ല പ്രോട്ടീൻ റിച്ചായ കൊഴുക്കട്ട. അപ്പോൾ ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ കുറച്ച് ഹെൽത്ത് നോക്കുന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്താ പറയുക നമ്മുടെ പഴയ നാടൻ കൊഴുക്കട്ടയാണ്. പക്ഷെ നമ്മളതിൽ നിന്ന് കുറച്ച് ഹെൽത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കുറച്ച് ഐറ്റങ്ങൾ ചേർക്കും. എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സാധനങ്ങൾ ആദ്യമായിട്ട് കുറച്ച് അരിപ്പൊടി, വേവിച്ച ചെറുപയർ, കുറച്ച് വെല്ലം നല്ല പൊടിച്ചത്, തേങ്ങ, വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. സമയം കളയണ്ട്, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കുക. ഇപ്പോൾ പിള്ളേരൊക്കെ ഷവർമയും അതുപോലെ തന്നെ കുബൂസും അതിൻ്റെയൊക്കെ പിന്നാലെയാണല്ലോ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ്. അപ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെയാണ് ഈ കൊഴുക്കട്ട, ഇലയട, അവിൽ കൊണ്ടുള്ള പലഹാരങ്ങൾ, അതൊക്കെ നല്ല ഹെൽത്തിയാണ്, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ല. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഇന്നെല്ലാം ബേക്കറിയാണ്, ബേക്കറി ഐറ്റംസ്. അത്രയും ബേക്കറി ഉണ്ട് വെളിയിൽ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നല്ലതാണ്. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിടുക. അപ്പോൾ വെള്ളം നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് അരിപ്പൊടിയിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കുറച്ചായിട്ട് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് മാവ് വേണ്ട, മാവ് നല്ല പാകത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. നമ്മൾ കുഴച്ച് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ആദ്യമായിട്ട് ചെറുപയറിടുക, പിന്നെ വെല്ലം ഇടുക, പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങ കുറച്ചിടുക. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മാവ് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിലോട്ട് ചെറുതായിട്ടൊന്ന് കുഴിയാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു ഇഡലിപ്പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയിൽ വെന്തിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ട ഏകദേശം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ അടിപൊളി കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സംഭവം കണ്ട നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ട് അടിപൊളി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.